ഹലോ, എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ് സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വേണു ആഗ്രഹിച്ചതുപോലെ 10 കോടി എന്നുള്ളത് 20 കോടി രൂപയായിട്ട് വാങ്ങാൻ വേണ്ടി മൂർത്തി സാറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്ത് വക്കീലിൻ്റെ ഒപ്പം നിൽക്കുമായിരുന്നു. അപ്പം മൂർത്തി മുത്തശ്ശൻ വരികയും അപ്പോൾ 10 കോടി എന്നുള്ളത് 20 കോടി തന്നാലേ സാറേ കേസ് ഒതുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്നാൽ 20 കോടി തന്നെ ആകട്ടെ എന്ന് കരുതി പറഞ്ഞിട്ട് വക്കീലിൻ്റെ മുന്നിൽ വച്ച് തന്നെ മൂർത്തി വേണുവിൻ്റെ കരണം നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ്. 5 വിരലും പതിയാൻ പാകത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മൂർത്തി പറഞ്ഞു, എടാ ഇതല്ല, ഇതിനപ്പുറം കേസ് വന്നാലും ഞങ്ങൾക്ക് വിഷയമല്ല. എൻ്റെ വക്കീലിനിട്ടും താക്കീത് കൊടുത്തിട്ടാണ് മൂർത്തി അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് വീട്ടിലെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാര്യം മുത്തശ്ശൻ പോയിട്ട് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് ദേവയാനിയും അജയനും പിന്നെ നമ്മുടെ ജാനകി, അതുപോലെ ആദർശ്, നയന എല്ലാവരും. അതിൻ്റെ ഇടയിൽ നമ്മുടെ നയനേനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജാനകി ഓരോന്ന് പറയുന്നുണ്ട്. ഈ കേസൊക്കെ ഇത്രയും വരാൻ കാരണം അനാമിക മോളെ ദേഷ്യം പിടിപ്പിച്ച് ഈ തറവാട്ടിൽ നിന്ന് വിട്ടതെല്ലാം നയന കാരണമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ദേവയാനിക്ക് ദേഷ്യം വന്ന് ദേവയാനിയും തിരിച്ച് പറയുന്നുണ്ട്, നിൻ്റെ വാ ഒന്നടച്ച് വെക്കുമെന്ന് പറഞ്ഞ് ദേവയാനി ഉച്ചെടുക്കുന്നുണ്ട്. വീണ്ടും നയനമോളെ കുറ്റപ്പെടുത്താനായിട്ട് നീ വാ തുറക്കണ്ട എന്ന് പറയുന്ന സിറ്റുവേഷനൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ജലജയും ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ ഓരോരുത്തർ എന്ത് കാണിച്ചു കൂട്ടിയാലും ഒരു പ്രശ്നവുമില്ല. ആദർശ് കണ്ടില്ല, അവൻ്റേതായ രീതിയിൽ അവൻ കല്യാണത്തിന് മുന്നേ ഒരു കൊച്ചിനെ ഉണ്ടാക്കി. ആര് ചോദിച്ചു? ആരാ ചോദ്യം ചെയ്യാനുള്ളത്? ഇപ്പം വേറൊരു ചെറുമോന് വേണ്ടിയിട്ട് 10 കോടിയെ എന്ന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ജലജയും അതിൻ്റെ ഒപ്പം കിടന്ന് ചലച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ വരെയാണ്. വന്നപ്പോൾ മൂർത്തി എല്ലാവരോടും കൂടെ പറയുന്നുണ്ട്, എന്തായാലും 10 കോടി എന്നുള്ളത് അവിടെ ചെന്നപ്പോൾ വേണു ബാർഗെയിൻ ചെയ്ത് 20 കോടിയാക്കി. ഞാൻ പിന്നെ അത് കൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് മൂർത്തി പറയുന്നുണ്ട്. എല്ലാവരും അമ്പരന്നു. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് വരെ ഏതൊരാളുടെ മുന്നിലും തലകുനിക്കാതിരുന്ന മുത്തശ്ശൻ സ്വന്തം ചെറുമകനോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത്, കാരണം അവൻ്റെ ഇതിന് ഒന്നും വരരുത്, ആ ജീവന് അല്ലെങ്കിൽ ജയിലിൽ കയറേണ്ട ഒരു സിറ്റുവേഷനോ വരരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് ആ ഒരു കോംപ്രമൈസിന് മൂർത്തി മുത്തശ്ശൻ തയ്യാറായത്. അപ്പോൾ എല്ലാവർക്കും അതിലൊരു ചെറിയ സങ്കടമുണ്ട്. എങ്കിലും അനിയുടെ കാര്യമാണെന്ന് ഓർക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു ഇത് ആയി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് മൂർത്തി പറഞ്ഞിട്ട് അകത്തോട്ട് പോവാണ്. എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് സംസാരങ്ങളൊക്കെ എല്ലാവരും നടത്തുന്നുണ്ട്. അപ്പോൾ ജയനും ആകെ ഒരിത്, ഇന്ന് വരെ നമ്മുടെ അച്ഛൻ ഒരാളുടെ മുന്നിൽ പോലും, അതും ഈ വേണുവിൻ്റെ മുന്നിൽ തല കുനിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നാം, നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ മതിയോ, നമുക്ക് ഈ വേണുവിനെതിരെയുള്ള കുറച്ച് കേസുകൾ കുത്തിപ്പൊക്കി കൊണ്ടുവരണ്ടേന്ന് നമ്മുടെ അജയൻ ചോദിക്കുകയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കേസ് കുത്തിപ്പൊക്കിയിട്ടൊന്നും കാര്യമില്ല ഏട്ടാ. കാര്യം ഈ സമയത്ത് തന്നെ കൊടുക്കാനുള്ളതെല്ലാം പൈസകൾ അവൻ കൊടുത്തു കാണില്ല. പിന്നെ ആരെയാണ് നമ്മൾ ഇനി കുത്തിപ്പൊക്കി കൊണ്ടുവന്നാലും എല്ലാ കടങ്ങളും അവൻ ഈ 20 കോടി കൊണ്ട് വീട്ടിൽ ആക്കിയല്ലേ. അപ്പോൾ നമ്മുടെ ദേവയാനി പറയും, എന്തൊക്കെയാണെങ്കിലും ഈ പൈസ കൊണ്ടൊന്നും അവർ ഒതുകില്ല. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടുന്ന പൈസയൊന്നും ആർക്കും നല്ല രീതിയിൽ വരില്ല എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അടിയും കൊണ്ട് തിരിച്ചെത്തിയ വേണുവിനെ കണ്ടപ്പോൾ അനാമികയ്ക്കും അനാമികയുടെ അമ്മയ്ക്കും ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇത് ഒരിക്കലും ഞങ്ങൾ ഇത് ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ആ കൊച്ചുമകൻ അവൻ എൻ്റെ കരണത്തടിച്ചു, ഇപ്പോൾ പിന്നെ കാരണവര് അച്ഛൻ്റെയും കരണത്തടിച്ചു. ഇത് നമുക്ക് ഒരിക്കലും ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന കേസല്ല. അപ്പോൾ വേണു പറയുന്നുണ്ട്, മോളെ അടി കിട്ടിയതിലല്ല, പക്ഷേ ഇത് വക്കീലും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരൊറ്റ കേസ് കൊണ്ട് നമുക്ക് 50 കോടി വേണമെങ്കിൽ മേടിക്കാമെന്നിങ്ങനെ വീണ് സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതെ, ഒരുപാട് കണക്ക് കൂട്ടലൊന്നും കൂട്ടണ്ട, ഇതുവരെ 1 രൂപ പോലും കിട്ടില്ല, അതുകൊണ്ട് കണക്ക് കൂട്ടലൊന്നും ഒരുപാട് കൊയ്ത് മേപ്പോട്ട് പോകണ്ട എന്ന് അനാമിക ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, എന്തായാലും ഇത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അബി വിളിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അബി അറിഞ്ഞുവല്ലോ, മുത്തശ്ശൻ 20 കോടി രൂപ കൊണ്ടുവന്ന് വേണുവിൻ്റെ കൊടുത്തിട്ടാണ് ഇപ്പോൾ വന്നു എന്നുള്ള കാര്യം അറിഞ്ഞ കൂട്ടത്തിൽ അബി അറിഞ്ഞു. അപ്പോൾ അബി അനാമികനെ വിളിക്കുകയാണ്, മോളെ കോൾ അടിച്ചല്ലോ. അപ്പോൾ അനാമിക ഫോൺ എടുത്തിട്ട് പറയാണ്, എന്താണ് അബി ഏട്ടാ, കളിയാക്കാൻ വിളിച്ചതാണോ? അതല്ല, 10 കോടി എന്നുള്ളത് 20 കോടിയല്ലേ ഒറ്റയടിക്ക് കിട്ടിയത്. ഇനി സന്തോഷമായില്ലേ കാര്യങ്ങളൊക്കെ? എന്ത് സന്തോഷം, എന്തറിഞ്ഞിട്ട് അബിയേട്ടൻ നീ വിളിക്കുന്നത്? എന്നെ കളിയാക്കാൻ വേണ്ടി, ബാക്കിയുള്ളവരെ പോലെ അബിയേട്ടൻ എന്നെ കളിയാക്കരുത് കേട്ടോ എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അബി പറയുന്നുണ്ട്, നിനക്കെന്താണ് മോളെ ഒരു സന്തോഷം ഇല്ലാത്തത്? മുത്തശ്ശൻ ഇവിടെ ഒന്ന് പറഞ്ഞല്ലോ,
20 കോടി രൂപ നിൻ്റെ അച്ഛൻ്റെ കൊടുത്തിട്ട് വന്നു, അനിയുടെ കേസ് ഒതുക്കി തീർത്തു എന്ന്. 20 കോടി രൂപ കൊടുത്തു എൻ്റെ അച്ഛൻ്റെ കരണത്താ. ആ കാരണവർ വന്നിട്ട് 20 കോടി തരാമെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് വക്കീലിൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ അച്ഛൻ്റെ ചെകിട് അടിച്ച് പൊളിക്കുക ചെയ്തത്. ഞങ്ങൾ ഈ കേസ് വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ബേട്ടാ. ഞങ്ങൾ കോടതി കയറ്റും, കൊച്ചുമോനെയും മുത്തശ്ശനെയും ഒക്കെ ഞങ്ങൾ കോടതി കയറ്റും. ഇത് കേട്ടപ്പോൾ അബി അങ്ങ് ഷോക്കാവാണ്. ഇതെന്താണ് ഈ അനാമിക പറയണത്? അപ്പോൾ മുത്തശ്ശൻ ഇവിടെ വന്ന് പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ മോളെ, ഞാൻ 10 കോടി ചോദിച്ചിടത്ത് ഞാൻ 20 കോടി കൊടുത്ത് കാര്യം കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട് എന്നാണല്ലോ. അയാളത് പ്രാന്ത് വല്ലതുമായിട്ട് വന്ന് പറഞ്ഞിരിക്കും. ഇവിടെ ഞങ്ങൾ അച്ഛൻ്റെ അയാളുടെ കൈയുടെ 5 വിരലിൻ്റെ പാട് അച്ഛൻ്റെ കവളത്ത് പതിഞ്ഞിരിപ്പുണ്ട്. 1 രൂപ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ എന്തായാലും അയാളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അനാമിക വിഷമം പറയാണ്. ആ സമയത്ത് അബി കുറച്ചും കൂടെ എരിയിപ്പിച്ചെടുക്കണം. ആഹോ അങ്ങനെയാണോ കാര്യങ്ങൾ? കൊള്ളാലോ കാരണവര്. എന്തായാലും മോളെ ഇത് വെറുതെ നീ വിടരുത്. നീ ഇതെന്തായാലും കേസാക്കി കോടതിയിൽ കയറ്റ എന്നെ വേണമെന്നിങ്ങനെ അബി പറഞ്ഞ് അനാമികനെ എരിയിപ്പിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടെ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലും മൂർത്തി മുത്തശ്ശിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, എടോ താൻ കരുതുന്ന പോലെ ഞാൻ 20 കോടിയൊന്നും കൊടുത്തിട്ടല്ല വന്നത്, ഞാൻ കരണം നോക്കി ഒരൊറ്റ കീറ് കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ഒരു ഭയമായിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അടുത്ത കേസ് ഫയൽ ചെയ്യില്ലേ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? അത് വേണ്ടിയില്ലായിരുന്നോ, വേണമായിരുന്നോ? എടോ അത് വേണം. നമ്മൾ എത്രയോ രൂപകൾ നമ്മൾ നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, ചുമ്മാ കൊടുക്കുന്നുണ്ട്. അത് അർഹതപ്പെട്ട കൈകളിൽ കൊടുക്കണം, അല്ലാണ്ട് 1 രൂപ പോലും അർഹതയില്ലാത്തവൻ്റെ കയ്യിൽ കൊടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാൻ സമ്മതിക്കില്ല എന്ന് മുത്തശ്ശിയോട് പറയാണ്. അപ്പോൾ ഈ സമയത്ത് ഹാളിൽ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ ഈ കേസ് ഇങ്ങനെ 20 കോടി കൊടുത്തുവെങ്കിലും ആ വേണു മോളൊന്നും അടങ്ങിയിരിക്കില്ല. ഇനി അടുത്ത എന്തെങ്കിലും നൂലാമാല ഒപ്പിച്ച് അടുത്ത് വീണ്ടും പൈസയ്ക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യും. ഇങ്ങനെ അജയനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇത് നമ്മൾ അച്ഛനെ സംബന്ധിച്ച് ഇത് വേണ്ടിയില്ലായിരുന്നു. അച്ഛൻ പിന്നെ ഇങ്ങനെ ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്കും പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് അജയനും ജയനും എല്ലാവരും കൂടെ പറയണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അബി ഇറങ്ങി വരികയാണ്. അതെ, ഞാൻ അനാമികേനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് 20 കോടി രൂപ നീ മേടിച്ചെടുത്തല്ലോ എന്നുള്ളത് ചോദിച്ച് ഒന്ന് ഇതാക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അവൾ പറഞ്ഞത് മുത്തശ്ശൻ അവിടെ വക്കീലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവളുടെ അച്ഛനെ തല്ലുക ചെയ്തത്, 1 രൂപ പോലും വേണുവിനെ കൊടുത്തിട്ടില്ലെന്നാണ് അവൾ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എല്ലാവരും അന്തം വിടണം. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, നീ ഇതെന്തൊക്കെയാണ് അബി പറയുന്നത്? അതേ വലിച്ച, ഞാനിപ്പോൾ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് 20 കോടി രൂപ നീ കൈക്കലാക്കിയല്ലോടി എന്ന് ചോദിച്ച് ഞാൻ വിളിച്ചതാണ്. അപ്പോഴാണ് അനാമിക ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്. മുത്തച്ഛൻ അവിടെ ചെന്നു എന്നും 20 കോടി ചെക്ക് എഴുതി കൊണ്ടുവന്നു എന്നും പറഞ്ഞിട്ട് വേണുവിന് ഇങ്ങനെ അടി കൊടുക്കുക വക്കീലിൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും അന്തം വിടണം. പക്ഷേ ഇത് കേട്ടപ്പോൾ നമ്മുടെ ആദർശന് വലിയ സന്തോഷമായി. അതുപോലെ തന്നെ അജയനും ജയനും ഒക്കെ സന്തോഷമായി. കാര്യം എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ അവരുടെ മുത്തച്ഛൻ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ, ആ ഒരു വ്യക്തി തലയെടുപ്പുള്ള ഒരാളുടെ മുന്നിലും തല കുനിക്കാണ്ട് എന്നും നെഞ്ചും വിരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മൂർത്തി എന്ന് പറയുന്ന അനന്തപുരി തറവാട്ടിലെ കാരണവർ. ആ ആളങ്ങനെ ചെയ്തില്ല, അവർക്ക് അതിശയോക്തിയൊന്നും തോന്നില്ല. പക്ഷേ പെണ്ണുങ്ങളൊക്കെ ഒന്ന് ആകെ ഒരു ഇതായി. അപ്പോൾ ഈ സമയത്ത് ആദർശും ഞാനെയും കൂടെ പറഞ്ഞു, ആദർശിൻ്റെ നമുക്കൊന്ന് മുത്തച്ഛനോട് ചോദിക്കുക ഇത് ശരിയാണോ എന്നുള്ളത്. അങ്ങനെ അവർ റൂമിൽ ചെന്നിട്ട് മുത്തച്ഛനോട് ചോദിക്കുന്നുണ്ട്, മുത്തച്ഛൻ അനാമികയുടെ അച്ഛനെ തല്ലാണോ ചെയ്തത്, പൈസയൊന്നും കൊടുത്തില്ലേന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അബി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മുത്തച്ഛൻ അവിടെ നിന്ന് റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഒന്നും മിണ്ടാണ്ട് നേരെ ഹോളിൽ ചെല്ലാണ്. ഹോളിൽ ചെന്ന് നിന്നിട്ട് എല്ലാവരും കേക്ക് അങ്ങോട്ട് പറയാണ്. അതെ, ഈ അനന്തപുരി തറവാട്ടിലെ പണ്ട് മുതൽക്ക് കോടികളുടെ രൂപ നമ്മൾ പല കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെയും ഒരർഹതപ്പെടാത്ത കൈകളിൽ നമ്മൾ 1 രൂപ പോലും കൊടുത്തിട്ടില്ല. എത്രയോ പേര് നമ്മുടെ മുന്നിൽ കൈ നീട്ടി വന്നിട്ടുണ്ട്. അർഹതപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അവർ ആഗ്രഹിച്ചതിനേക്കാൾ ഇരട്ടി കൊടുത്തേ അവരെ വിട്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള തറവാടാണിത്. അപ്പോൾ നമ്മുടെ അജയനും നമ്മുടെ ജയനൊക്കെ അച്ഛൻ ചെയ്തത് തന്നെയാണ് ശരി എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ദേവയാനിയോടും അജയനോടും കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ആ അഹങ്കാരിയും അത്യാഗ്രഹിയുമായിട്ടുള്ള ആ അനാമികയ്ക്കും അവളുടെ അച്ഛനും ഈ 10 കോടി കൊടുക്കാമെന്ന് പറഞ്ഞത്? അപ്പോൾ ആ
ആദർശനോട് ചോദിക്കും, ഇപ്പോൾ നീയാണ് ഈ വീടിൻ്റെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ എല്ലാം മേൽനോട്ടം നയിക്കുന്നത്. നിൻ്റെ അമ്മ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോൾ നീ എന്തുകൊണ്ടത് താക്കീത് ചെയ്തില്ല? ഇങ്ങനെയാണോ വേണ്ടത്? പണ്ട് നിനക്കൊരു കാര്യം അറിയില്ലേ, നിൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് നീ നൈനയോട് പെരുമാറിയത്. പിന്നെ അതിൻ്റെ സത്യാവസ്ഥകൾ നീ മനസ്സിലാക്കി തിരിച്ച് നീ പെരുമാറാൻ നീ പഠിച്ചല്ലോ. ആ ഒരു രീതി നീ ഇവിടെ നടപ്പിലാക്കിയില്ല. അതുപോലെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തർത്ഥത്തിലാണ് ഈ 10 കോടി കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ വേണുവിനെ ഏറ്റിട്ട് വന്നത്? നമ്മളെ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, അതെന്നും നിലനിർത്തി പോകണം. അപ്പോൾ ആദർശ് പറഞ്ഞു, അതിപ്പോൾ മുത്തശ്ശ, ഇപ്പോൾ ഞാൻ ചെയ്തില്ലെങ്കിലും അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ട്, അമ്മ അത് എനിക്ക് വേണ്ടിയിട്ട് അമ്മ അത് ചിലവാക്കും. പൈസ ഉള്ളതാണോ ഇപ്പോൾ കുഴപ്പമായത് എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശൻ എല്ലാവർക്കും വഴക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ എന്ത് നടപടിക്രമങ്ങൾ വന്നിരുന്നാലും അത് നേരിടാൻ ഞാൻ ഒരുക്കമാണ് എന്നുള്ള രീതിയിൽ തന്നെ മുത്തശ്ശൻ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവാണ്. ഒരു കണക്കിന് എല്ലാവർക്കും ഒരു സന്തോഷമായിട്ടുള്ളൂ. അച്ഛൻ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് അജയനും ജയനും ഒക്കെ വാദിക്കുന്നു. പക്ഷേ ജാനകിക്ക് അങ്ങോട്ട് ആകെ ഒരു ഇതാണ് കാര്യം എന്ന് വെച്ചാൽ, ജാനകി പ്രതീക്ഷിച്ചത് ഇതൊക്കെ കോംപ്രമൈസ് ആക്കി പതുക്കെ അനാമികയെ ഇങ്ങ് കൊണ്ടുവരാം എന്നുള്ളതാണ്. പക്ഷേ മുത്തശ്ശൻ്റെ വാക്കുകൾ, അച്ഛൻ്റെ മൂർത്തി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ഈ വീട്ടിൽ അവൾ വന്നത് മുതൽ നമ്മുടെ അനി അനുഭവിക്കേണ്ടി വന്ന എല്ലാ ക്രൂരതകളും കുറേയൊക്കെ കണ്ടും കണ്ടില്ല എന്ന് നടിച്ച് തന്നെയാണ് നമ്മൾ പോയത്. പക്ഷേ ഇനി അവൾക്കോ അവളെ കുടുംബത്തിനോ യാതൊരു പരിഗണനയും ഈ തറവാട്ടിൽ നിന്ന് കൊടുക്കില്ല. ഏതറ്റം വരെ കേസ് നടത്തേണ്ടി വന്നാലും ഞാനത് നടത്തും എന്ന് തന്നെയാണ് മൂർത്തി പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മൂർത്തി നേരെ പോകുന്ന നമ്മുടെ അനിയുടെ അടുത്താണ്. അനി അപ്പോൾ മേളിൽ വെറുതെ അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ചെന്നിട്ട് പറയും, എന്താണ് നിന്റെ കാമുകീനെ ഓർത്ത് നിൽക്കുകയാണോ? അപ്പോൾ അനി ചിരിക്കും. മുത്തശ്ശൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, നീ ചുമ്മാ ഇങ്ങനെ നിൽക്കണുണ്ടപ്പോൾ ചോദിച്ചതാണ്, കാമുകീനെ മറ്റോ ആലോചിച്ച് നിൽക്കുകയെന്നോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ നീ ഒരു ആഗ്രഹമേ പറഞ്ഞിട്ടുള്ളൂ, നിനക്ക് നന്ദുവിനെ വിവാഹം കഴിക്കണമെന്ന്. പക്ഷേ എന്നിട്ടും നീ തന്നെയാണ് അനാമികേനെ ഇവിടെ കൊണ്ടുവന്നതും പിന്നെ കല്യാണത്തിനുള്ള ഒരു അവസരങ്ങൾ വന്നു അത് നടത്തിയതും. പക്ഷേ കല്യാണത്തിൻ്റെ തലേ ദിവസവും നീ പറഞ്ഞു ഈ ഒരു ബന്ധം എനിക്ക് വേണ്ട എന്നും നന്ദുവിനെ ഇഷ്ടമാണെന്നും. പക്ഷേ അത് അന്ന് സാധിപ്പിച്ച് തരാൻ പറ്റിയില്ല. എൻ്റെ കൊച്ചുമക്കളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാധിച്ച് തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് മുത്തശ്ശനെന്നും പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് നിനക്ക് സന്തോഷമുള്ളൊരു കാര്യം ഞങ്ങൾ ചെയ്യാൻ പോവാണ്, ഞാനും മുത്തശ്ശിയും കൂടെ. അതെന്താ മുത്തശ്ശ? നന്ദുവിൻ്റെ വീട്ടിൽ ഗോവിന്ദൻ്റെയും കനകയുടെ അടുത്ത് നിനക്ക് വേണ്ടി പെണ്ണ് ചോദിക്കാൻ പോവാണ്. അയ്യോ, അപ്പോൾ എനിക്കാകെ ഷോക്കായി പോവാണ്. എനിക്കിപ്പോൾ സന്തോഷമാണോ എന്താണോ എന്നറിയില്ല. പക്ഷെ അവരുടെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് എന്നറിയില്ല. പിന്നെ നയനേറ്റിയും നവ്യേച്ചി ഒക്കെ എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് എനിക്കറിയില്ലല്ലോ മുത്തശ്ശ. അതൊന്നും നീ നോക്കണ്ട, നീയല്ലേ ചെന്ന് പെണ്ണ് ചോദിച്ചത്. ഇനി കാരണവർ പോയി സംസാരിച്ച് നോക്കട്ടെ, കനകയുടെയും അല്ലെങ്കിൽ ഗോവിന്ദൻ്റെയും മനസ്സിൽ എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിയട്ടെ. പക്ഷേ ഈ വിവരം ആരോടും പറയണ്ട, മുത്തശ്ശിയോട് പോലും പറഞ്ഞിട്ടില്ല. മുത്തശ്ശിയോട് റെഡിയായിട്ട് ഇത് പറഞ്ഞിട്ട് വേണം ഒന്ന് പോകാൻ, നീ ആരോടും ഇത് പറയണ്ട എന്ന് പറഞ്ഞാണ് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് നന്ദു ഒരു പോലീസ് ജീപ്പിൽ വേണുവിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. കുറേ പോലീസുകാരുണ്ട്. എന്നിട്ട് വേണുവിനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങടാ, ജീപ്പിലോട്ട് കയറടാന്ന് പറയുന്നത്. എന്തിനാന്ന് ചോദിച്ച് അനാമിക അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അതെ, നീ വലിയ സംസാരമൊന്നും സംസാരിക്കണ്ട, ഇതുപോലെ കൊണ്ടുപോകാൻ നിന്നെ ഞാനൊരു വരക്കം വരുന്നുണ്ട്. കണ്ട മയക്കുമരുന്ന് ഉപയോഗിക്കണവന്മാരുടെയൊക്കെ നിന്നെ പല സ്ഥലങ്ങളെയും വെച്ച് കാണുന്നുണ്ട്. അടുത്ത ഊഴം നിനക്കാണ്, നീ കരുതിയിരുന്നോളാം നന്ദു പറയുന്നുണ്ട്. എന്നിട്ട് വേണുവിനെ ഉടുപ്പയെ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് 2 കൊടുത്തുകൊണ്ട് നന്ദു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇനി ഇതിൻ്റെ പിന്നിൽ എന്താണെന്നും ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ അനാമികയ്ക്കും വേണുവിനും എന്തെല്ലാം ഗുലുമാലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം മുത്തശ്ശനും മുത്തശ്ശിയും ചെന്ന് ഉറപ്പിക്കുമോ അതോ അവരെ എതിര് പറയുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ പ്രൊമോ വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ പ്രൊമോ വീഡിയോകൾ വരുന്നതനുസരിച്ച് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ സ്വന്തം സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ എത്തുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊള്ളുന്നു. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.